ശ്രീ എൻ പി ചെക്കുട്ടി, ഈ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് ഒരു പാറ്റേൺ രൂപപ്പെടുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഉച്ചരിക്കപ്പെട്ടതു മുതൽ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുകയാണ് എന്നതും സംരക്ഷിക്കാൻ ആളുകളുണ്ടാകും, ന്യായീകരിക്കാൻ ആളുകളുണ്ടാകും, അധികാരമുണ്ടാകും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. അത് പോലീസുകാരിലേക്ക് കൂടി പകർന്നു കിട്ടുകയാണ്. അവിടെ നിന്നാണ് ഈ പറയുന്ന ലീഗൽ അല്ലാത്ത ആയുധങ്ങൾ ഉണ്ടാകുന്നത്, ഇറങ്ങിയടിക്കാനുള്ള തീരുമാനം ഒരുമിച്ചുണ്ടാകുന്നത്. പോലീസിനെ പോലും ഒന്നുമല്ലാതെ ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാരെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാര്, എനിക്ക് ഓർമ്മയുണ്ട്, കൊല്ലത്തൊക്കെ എത്തുന്ന സമയത്ത് കൊട്ടാരക്കരയൊക്കെ ഡിവൈഎഫ്ഐക്കാർ കയറി അടിക്കുകയും പോലീസുകാർ കൈകെട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. അപ്പൊ പാറ്റേൺ ഉണ്ടാക്കപ്പെട്ടതിലാണ് യഥാർത്ഥത്തിൽ ക്രൈം പ്രവർത്തിച്ചത്. അതെ, ആ യാത്ര പ്രത്യേകിച്ചും അതിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പോലീസ് സേനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിന് യഥാർത്ഥത്തിൽ തെറ്റായ വഴിയിലേക്ക് അത് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യണം, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി നടത്തണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് കൺമുമ്പിലുണ്ടായ സംഭവങ്ങളാണ്. അദ്ദേഹത്തിന് കൺമുമ്പിൽ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ജോലി ഒഴിവാക്കിക്കൊണ്ട് ആ ജോലി അബാൻഡൻ ചെയ്തിട്ട് അവർ വഴിയെ പോണ ആളുകളെ തല്ലുക എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു നിയമവാഴ്ചയുള്ളത് നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് ക്രമസമാധാനം നിലനിർത്താൻ പോലീസ് സംവിധാനം വേറെയുണ്ട്. അപ്പം അതിനകത്ത് മുഖ്യമന്ത്രി അന്ന് എടുത്ത നിലപാട് തീർച്ചയായും വളരെ വലിയ പ്രശ്നങ്ങൾ ആ സംവിധാനത്തിനുണ്ടാക്കിയിട്ടുണ്ട്. മുകളിലിരിക്കുന്ന ആൾ തന്നെ ചുമതലപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇങ്ങനൊരു സമീപനം എടുക്കുമ്പോൾ മറ്റാർക്കും ചോദ്യം കഴിയാം. പിന്നെ ഹോം സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോം സെക്രട്ടറിയും പിന്നെ DGP ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കേണ്ടത്. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും ഈ തരത്തിൽ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയും ഇത് ഇനിയും തുടരണം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് അതിനകത്ത് വലിയൊരു പെശക് പറ്റിയത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഈ ഒന്നാം പിണറായി രണ്ടാം പിണറായി സർക്കാരിൽ പലപ്പോഴും പോലീസ് സംവിധാനത്തിൻ്റെ മേലുള്ള ഈ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക പിന്നെ അവരുടെ മേൽ അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താലും ശരി, പൊളിറ്റിക്കൽ കൺട്രോൾ തീരെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനകത്തൊരു നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയതയും തിരിച്ചറിയാൻ ആർക്കും അന്ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ നവകേരള യാത്ര നടത്തിയ ബസ് ഒരു മ്യൂസിയം ആക്കണം എന്നുള്ള ആത്മവിശ്വാസ പ്രകടനമൊക്കെ അത് വേണമെങ്കിൽ കോൺഗ്രസുകാർക്ക് മ്യൂസിയം ആക്കാമെന്ന് തോന്നുന്നു. കാരണം അവരുടെ വിജയത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് ആ നവകേരള ബസ്സിലൂടെയാണ്. അതെ, ഇതിപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി നിൽക്കുക, അദ്ദേഹത്തിന് ധാരാളം തൊഴിലുണ്ട്. അദ്ദേഹം അവിടെ സെക്രട്ടറീസ് പദവിയിൽ ഇരുത്തിയിരിക്കുന്ന ആളുകൾ പലപ്പോഴും ആ പദവിക്ക് യോഗ്യരല്ലാത്ത ആളുകളായിരുന്നു. വളരെ മോശമായിട്ട് അത് കൈകാര്യം ചെയ്യും. എനിക്ക് തോന്നുന്നത് എം വി ജയരാജനാണ് ഒരു താരതമ്യേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജനങ്ങളോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാൾ. അദ്ദേഹം പക്ഷേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പോയതിനു ശേഷം ആ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണം വളരെ മോശമായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെട്ടുള്ളത്. അത് പക്ഷേ അതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ VS-ന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് നേരിട്ട് ഞാൻ കണ്ടത് എത്രത്തോളം ദൈനംദിനമുള്ള ഓരോ വിഷയത്തിലും അദ്ദേഹം നിരന്തരമായിട്ട് ഇടപെട്ടിരുന്നു. അതുകൊണ്ടാണ് ആ കാലത്ത് പോലീസ് ഭരണത്തിൽ വലിയ പരാതികളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പം അത്തരം കാര്യങ്ങളിൽ CPM-ന് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിരുന്ന ഒരു സമീപനമുള്ള നേതാക്കന്മാർ നേരത്തെ ഉണ്ടായിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാര്യത്തിൽ വലിയ പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയെങ്കിലും അവരത് പരിശോധിച്ച് തിരുത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് മാധു സജി.